ചേട്ടാ അങ്ങനെ ജയിലിൽ പോയാൽ മതി, അതാണ് ഇനി സുഖം എന്നുള്ള തരത്തിലേക്കാണ്. മറ്റൊരു ജോലിക്കും പോണ്ട, ജയിലിൽ പോയി കിടന്നാൽ മതി, സുഖമായി ഞാൻ സമ്പാദിച്ചു. ഇന്ന് രാവിലെ ഒരു ട്രോള് കണ്ടു. അതിൽ ഒരു കല്യാണാലോചനയാണ്. മോളെ ഒന്നുമില്ലല്ലോ, 10 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങുമല്ലോ, അപ്പോൾ എന്തായാലും ലക്ഷപ്രൂപമായിട്ടാണ് ഇറങ്ങുക, ഇതിനേക്കാൾ നല്ലൊരു ആലോചന നിനക്ക് വരില്ലല്ലോ എന്ന് മകളോട് പറയുന്ന അച്ഛന്റെ ഒരു കാര്യവുമായാണ്. അതായത് ജയിലിൽ 140% വേതന വർധന വന്നിരിക്കുന്നത്. 63 രൂപയിൽ നിന്നും 630 രൂപയിലേക്ക് പ്രതിദിന. പാവപ്പെട്ട ആശാ വർക്കർമാർ ഇവിടെ ഇത്രയും വരെ സമരം ചെയ്തിട്ട് മൈൻഡ് ചെയ്യാതിരുന്ന ഈ സർക്കാരാണ് ഇവർക്ക് വേണ്ടി ഇത്രയും വലിയ ആനുകൂല്യങ്ങൾ നൽകാൻ ഇപ്പോൾ തയ്യാറായിരിക്കും. അതായത് ഞാൻ ചോദിച്ചോട്ടെ, ജയിലിലുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ട ആൾക്കാരാണ്, അത് തന്നെയല്ലേ ലക്ഷ്യം? ആണ്, സംശയമുണ്ടോ? മാത്രമല്ല ഈ പാർട്ടിക്കാർക്ക് അവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് നമ്മൾ കാണാറുള്ളതല്ലേ, നമ്മൾ വാർത്ത കൊടുക്കാറുള്ളതല്ലേ. തൊട്ടനും പിടിച്ചതിനും എല്ലാം പരോളാണ്. ജയിലിൽ കിടക്കുന്നില്ല, കുറച്ച് സമയം ജയിലിൽ നിന്ന് കിടക്കുന്ന, ബാക്കി ജയിലിൽ അവർ രാജാക്കന്മാരാണ്, ആർക്കും അവർ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പൈസയൊക്കെ കൂട്ടി എന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെ ആത്യന്തികമായി കിട്ടാൻ പോണ ആർക്കാണ്? ഈ വലിയ പ്രതിയൊക്കെയാണ്. കാരണം അവരൊരു പണിയും ചെയ്യില്ല, അവർ സ്കിൽഡ് എന്ന് അൺസ്കിൽഡ് എന്നൊന്നും ആയിരിക്കില്ല, ഏറ്റവും വലിയ സ്കിൽഡ് ആളാണെന്ന് അങ്ങ് പറയും, എന്നിട്ട് ആ കാശ് കൂടെ അവരങ്ങ് വാങ്ങിക്കും. അതായത് സ്കിൽഡ് ലേബേഴ്സ്, അൺസ്കിൽഡ് ലേബേഴ്സ്, അങ്ങനെ പല 4-5 കാറ്റഗറി തിരിച്ചിട്ടാണ് പുതിയ വേതനം. അതിൽ ഏറ്റവും ഉയർന്ന വരുമാനമാണ് 630 രൂപ. അത് 300 രൂപ മുതൽ അങ്ങോട്ട് വർദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ വിക്ടിം റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രതി കൊലപാതകം നടത്തുന്നു, ഈ കൊലപാതകത്തിന് ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ഒരു റിലീഫ് ഫണ്ട്, നഷ്ടപരിഹാര രീതിയിൽ ഇവർക്ക് കിട്ടുന്ന വേതനത്തിന് ഇത്ര ശതമാനം കൊടുക്കാം എന്നുള്ളതാണ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത്. ആ റിലീഫ് ഫണ്ട് കൂടി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു, അത് ആക്റ്റീവ് ആക്കും എന്ന രീതിയിലാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സർക്കാർ ഇത്തരത്തിൽ ഞങ്ങൾ എന്താ പറയുന്ന അള്ളു വെച്ചിട്ട് പഞ്ചറുണ്ടാക്കി എന്നിട്ട് എന്ന് പറയുന്നത് പോലെയാണ്. അതായത് സർക്കാർ ആളുകൾക്ക് ഇപ്പൊ ഒന്നാലോചിച്ച് നോക്കുക കേട്ടോ, നമ്മളൊക്കെ പ്രതിദിനം പണിയെടുക്കുന്നതിന് നമുക്ക് ഇത്ര രൂപ ബേസ് സാലറി വരുന്നുണ്ട്. ഒരു കൂലിപ്പണിക്കാരൻ പുറത്തു പോയാൽ 800 മുതൽ 1000 രൂപ വരെയാണ് പ്രതിദിന വരുമാനം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായി തോന്നുകയാണ് ജയിലിൽ പോയാൽ ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ്, അതിന്റെ കൂട്ടത്തിൽ എന്തും നടക്കും, അത്യാവശ്യം പണിയൊക്കെ ചെയ്താൽ പൈസയും കിട്ടും. സ്വാഭാവികമായി ജയിലിൽ പോകാനായിരിക്കും ആളുകൾ നോക്കുക. എന്തൊരു ഗംഭീര സംവിധാനം, ഏറ്റവും മികച്ച ഭക്ഷണമെന്നാണ് പറയുന്നത്. ജയിലിലെ ഭക്ഷണ മെനു മാറ്റി അവർക്ക് കുറച്ചുകൂടി അതിൽ എനിക്ക് ഏറ്റവും ദേഷ്യവും വെറുപ്പും തോന്നിയൊരു പ്രസ്താവന ജയരാജന്റെ പ്രസ്താവന. ഇ പി ജയരാജൻ പറഞ്ഞു അവരൊക്കെ പാവങ്ങളല്ലേ എന്നാണ് പറഞ്ഞത്. 51 വെട്ട് വെട്ടി ആളെ കൊല്ലുന്നവനും പീഡിപ്പിക്കുന്നവരും തടങ്കലിട്ടവനും ഒക്കെയാണ് പാവങ്ങൾ എന്ന് പറയുന്നത്. ഇവരൊക്കെ പാവങ്ങളാണെങ്കിൽ പിന്നെ അവരെ വെറുതെ വിട്ടുകൂടെ? അതാണ്, അല്ല പാവങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ ഈ പരോൾ കൊടുക്കുന്നത്. അതെ, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പരോളാണല്ലോ. ഈ TP കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ജയിലിൽ എന്തെല്ലാം കോപ്പറങ്ങളാണ് കാട്ടിക്കൂട്ടിയുള്ളത്. ഓരോ ജയിലുകളിലും ചെല്ലുമ്പോൾ അവിടുത്തെ ജയിലിലെ സൂപ്രണ്ടിനെ വരെ കൈവയ്ക്കാൻ ചെന്നവരാണ്. കൈവക്കാൻ പോകുന്നു, അവര് പോകുന്നു, കോടതിയിൽ പോകുന്ന വഴിക്ക് മദ്യപിച്ച് തിരിച്ചു വരുന്നു. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണം, വസ്ത്രം ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, അവർക്ക് ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്നു. ഇതൊക്കെ തന്നെ ജയിലിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വീട് പോലെ തന്നെയാണ്. പോകുന്നു, തിരികെ വരുന്നു. അവർക്ക് ജയിലിൽ ഇരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റും, ജയിലിൽ ഇരുന്നുകൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റും, ജയിലിൽ ഇരുന്നുകൊണ്ട് അവർ കുടുംബം നോക്കുന്നുണ്ട്. അവർക്ക് എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും സുഖങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് സർക്കാരിന്റെ കൂടി അഡീഷണൽ സുഖമായി വേതന വർധനവ് കൂടി വന്നിരിക്കുന്നത്. ഈ വേതന വർധനവ് സ്വാഭാവികമായി എടുത്ത നെറേറ്റീവുകളിൽ നിന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, 2018 ശേഷം ഇപ്പോഴാണ് വേതനം വർദ്ധിപ്പിക്കുന്നത്. ജയിലിൽ നിന്ന് നമ്മളൊക്കെ ചപ്പാത്തി മേടിച്ച് തിന്നുന്നില്ലേ? കേവലം 63 രൂപയ്ക്കാണ് ഈ പാവങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നത്. ആ പണിയെടുപ്പിച്ച ജയിൽ ചപ്പാത്തി കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച്, ആ അടിമപ്പണി ചെയ്ത കുറഞ്ഞ വിലക്കുള്ള ചപ്പാത്തിയും കറിയും മേടിച്ച് നിങ്ങൾ തിന്നിട്ട് ഈ പാവങ്ങൾക്ക് ഒരു 530 രൂപ അല്ലെ 630 രൂപ കൂട്ടിയ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? തുച്ഛമായെന്ന് പറയാം. ശരിക്കും പറഞ്ഞാല് ഈ ജയിലിലെ ചപ്പാത്തിയും ഭക്ഷണ സാധനമൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് അന്ന് വന്ന വാർത്തകൾ നമ്മൾ ഓർക്കുക. ഇതെല്ലാം യന്ത്ര സംവിധാനമാണ്. ചപ്പാത്തി മാവ് കുഴക്കുന്നതും ചപ്പാത്തി ഉണ്ടാക്കുന്നതും എല്ലാ യന്ത്രങ്ങളും അത്യാവശ്യം പാക്കിങ്ങും കുറച്ച് കാര്യങ്ങളും അതിന്റെ കുറച്ച് എല്ലാം ഒന്ന് അടുപ്പിച്ച് അത്രേ ഉള്ളൂ. അതിന് അവർക്ക് മാത്രമല്ല, ഇത് ആരൊക്കെ പണിയെടുക്കും? ഇതിൽ ആരൊക്കെ പണിയെടുക്കും? ജയിലിൽ എല്ലാ ജയിലുകളിലും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള, പോലീസിൽ സ്വാധീനമൊക്കെയുള്ള ആളുകളുണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ആളുകൾ ഈ പണിയെടുക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? അവരും എഴുതി മേടിക്കില്ലേ ഈ പണം? സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്തിട്ട് വേണോ? അതായത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർക്ക് തിന്നാനും കുടിക്കാനും ജയിലിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ഉപരിയായി അവർക്ക് ശിക്ഷാരീതി, അവർ ക്രൈം ചെയ്ത ആളുകളല്ലേ? അവർ ക്രൈം, അതായത് ഒരു കുഞ്ഞുകുട്ടിയെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ബലാത്സംഗം നടത്തി ഒരാളെ കൊന്ന് അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി നോക്കി വധശിക്ഷയ്ക്ക് ഉൾപ്പെടെയുള്ള ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അല്ലെ ജീവപര്യന്തം കിട്ടുന്ന ആളുകളൊക്കെ
പാവങ്ങളാണ് അവർക്കൊക്കെ. അപ്പോ ഇതിന് മുന്നേ ചിന്തിക്കാൻ പറ്റില്ല, ക്രൈം ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കാൻ വരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡനിൽ ഉള്ള നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ ജയിലുകളിൽ സ്വീഡനിൽ ഒരുപാട് ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. സ്വീഡിഷ് ജനത പൊതുവെ സമാധാനമുള്ളവരാണ്. പക്ഷേ അവർ പ്രതിഷേധിച്ചു. അവർ പറഞ്ഞു ഇവരെ എന്താണ് ഇവരെ മനപരിവർത്തനം വരുത്താനാണ് ജയിലിൽ കിടക്കണമെങ്കിൽ അതിന് ഇത്രയും സുഖം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് മനസ്സിലാക്കണം റീഫോം ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ റീഫോം ചെയ്യണമെങ്കിൽ ഒന്ന് അവർക്ക് പണം കൊടുത്തുകൊണ്ടും സുഖ സൗകര്യങ്ങൾ കൂട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടുന്ന ബാത്റൂം നന്നാക്കിക്കോളൂ, അതൊക്കെ ആയിക്കോട്ടെ, കിടക്കാനുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊള്ളൂ, മനുഷ്യ രീതിയിലുള്ള പരിഗണന കൊടുത്തുകൊള്ളൂ. അവരതിനനുസരിച്ചുള്ള ശിക്ഷ കോടതി അവർക്ക് വിധിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിനൊക്കെ ഉപരിയായി പണം കൂടി കൊടുത്ത് സുഖിപ്പിക്കാം എന്നുള്ളത് പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ്. ആ അജണ്ട ആണ് എന്നത് നമുക്ക് എടുത്തു വേണം. കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടമൊക്കെ വരും. സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ കോൺട്രാക്റ്റിൽ സർക്കാരിന്റെ കോൺട്രാക്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതെ മാസങ്ങളായി കുടിശ്ശിക വരുത്തുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 100-ലധികം ദിവസങ്ങൾ ഈ ആശാ വർക്കർമാർ സമരം കിടന്നു. അവർ മുടിമുറിച്ചു, പട്ടിണി സമരം കിടന്നു, അവർ റോഡിൽ കിടന്നു. പക്ഷെ അവർക്ക് കുട്ടിക്കൊടുത്ത തുകയിൽ പുച്ഛിച്ച് അവർക്ക് ഏറ്റവും ഒടുക്കം മടുത്ത പാവങ്ങൾ സമരം നിർത്തി. അവർക്ക് ഇനി പ്രതീക്ഷയില്ലാതായി. അങ്ങനെ പോയ ആ പാവങ്ങളുടെ അവരെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിന് തുല്യമായാണ്. അന്ന് ഇവിടെ സെക്രട്ടറിന്റെ മുന്നിൽ നിന്ന് നാട്ടിൽ പോയ ആളുകളുണ്ടല്ലോ, ആശാ വർക്കർമാർ, അവർ ഇലക്ഷന് ഭംഗിയായിട്ട് അവരെ സമാധാനാവശം വിനിയോഗിച്ചു എന്നുള്ളത് ഇപ്പോൾ ഫലം തീർച്ചയായിട്ടും കേരള ജനത ഇതെല്ലാം കാണുന്നുണ്ട്. ആളുകൾക്ക് അങ്ങനെ മധുരം കൊടുത്തുകൊണ്ട് ലഡു കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 630 രൂപ കൊടുത്തതുകൊണ്ടും അല്ല, ജനങ്ങൾ ഇതൊക്കെ എന്തിനാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് എന്ന് കൃത്യമായ ബോധം ജനങ്ങൾക്കുണ്ട്. ആ ബോധം അവർ സമ്മതിദാനാവകാശത്തിലൂടെ വിനിയോഗിച്ചു. അതിന്റെ തെളിവ് നമ്മൾ കണ്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ആ തെളിവ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. 3 മാസത്തിനുള്ളിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. എനിക്കൊന്ന് മാർച്ച് ഉണ്ടാകും, ഏപ്രിലിനുള്ളിൽ ഉണ്ടാകും. അന്നേരം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം കേരള ജനത ഈ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്ക് അവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളവർക്ക് ഒഴിവാക്കി വിടണം, അവർക്ക് നടത്തിയ അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കണം, ഇനഫിഷ്യൻസി, അവർ കൊടുക്കാതിരുന്ന സർവീസുകളെ കുറിച്ച് ജനങ്ങൾ സംസാരിക്കാതിരിക്കണം. അപ്പൊ അതിനൊക്കെ കുറെ പെൻഷനും കൊടുത്ത് സാധാരണക്കാർക്ക് ഒരു 1000 രൂപയും കൂടെ കൊടുത്ത്, അതായത് ഫ്രീ ബീസ് കൊടുത്ത് സാധാരണക്കാരായ ജനങ്ങളെ നിശബ്ദരാക്കാൻ നോക്കുകയാണ്. കളിയാക്കുകയല്ലേ ചേട്ടാ, അടിസ്ഥാനപരമായി കളിയാക്കുന്ന ഇത് ഈ ജയിലിലുള്ള ആളുകൾക്ക് നൽകുന്ന ഈ ഒരു സമ്മാനം വലിയ വർധന, ഇത് സ്വന്തക്കാർക്ക് നൽകുന്ന സമ്മാനം എന്ന് പറയാം. കാരണം ജയിലുകളിൽ ഏറ്റവും അധികം തടവുകളികളായിട്ടുള്ള CPM-മാരാണ്. അവർക്ക് പരമാവധി ആനുകൂല്യങ്ങൾ കൊടുക്കുക. നമ്മുടെ സ്വന്തക്കാർക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇഷ്ടം പോലെ പൈസ കൂട്ടി കൊടുത്തിട്ട് പോവുക. ഇനി നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പണ്ട് പൈസ അയക്കുന്നത് പോലെ ജയിലിൽ കിടന്നിട്ട് പൈസ അയച്ചു കൊടുക്കാം വീട്ടുകാർക്ക്. ഇനി നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഞാൻ ജയിലിൽ സുരക്ഷിതനാണ്, നല്ല ഭക്ഷണം, നല്ല താമസം, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ആ പൈസയും കൂടെ കിട്ടി. ഇത് ലോകത്ത് ഇത് വേറെ എങ്ങനെ രാജ്യത്തെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്നതിന് സംശയമാണ്. നമ്മൾ അറിയാമല്ലോ മനോജ്, നമ്മൾ പലപ്പോഴും വിദേശ വാർത്തകൾ ചെയ്യുന്ന സമയത്ത് വിദേശത്ത് ഓരോ ജയിലുകളുടെ ദുരവസ്ഥ എന്നാണ്. അമേരിക്കയിലെ പോലും ജയിലുകളിൽ യാതൊരു മാനുഷിക പരിഗണനയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ജയിലുകളിലൊക്കെ അത്യാവശ്യം സ്വാതന്ത്ര്യവും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെ ഏറ്റവും മാക്സിമം ദുരൂപം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഞങ്ങൾക്ക് വോട്ട് മതി എന്നുള്ള നിറകെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഭൂഷണമല്ല, അത് മാതൃകാപരമല്ല. ഇതിനെതിരെ ജനം വോട്ട് ചെയ്ത് മറുപടി കൊടുക്കട്ടെ. അതെ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ജനം കാണുന്നുണ്ട്, ജനം വിഡ്ഢികളല്ല എന്നുള്ള കാര്യം ഇനി ഇവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇവരാരാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്നോ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും.